എന്നോടും അപ്പാനെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും വന്നു ഷാജിക്ക് അറിയാവോ ഈ ലാൽ സാറുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് അത് അബാധ്യമായിട്ടുള്ള ബന്ധമാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ആരും നിൽക്കുന്ന പോലെ അല്ല. കാരണം അദ്ദേഹം എനിക്ക് പേടിയാണ് ചേച്ചി. കാരണം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ചിരിക്കും, ഒരു സെറ്റിൽ സംസാരിക്കും, ഒരു രാത്രി കിടന്നുറങ്ങും, ഇതൊക്കെ ചെയ്യും, തമാശകൾ ഒക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹത്തെ വായിൽ നിന്നൊരു ചീത്ത കേൾക്കുക എന്ന് പറയുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റത്, ചിന്തിക്കാം. അത് മാത്രമാണ് ഇതെന്റെ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ചേച്ചി എന്താ ഇത് ചെയ്തത്, ഇതാണോ നാളെ നിങ്ങൾ എന്തോടെ കാണിച്ചു കൂട്ടുന്നത് ഇവിടെ കിടന്ന്, നിങ്ങളെ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ സരിയോട് കാണിച്ചു. പിന്നെ അവിടെ ഏറ്റവും നല്ല ഇപ്പൊ എന്തെങ്കിലും പറയുവാണെങ്കിൽ അപ്പൊ അനി എന്താ ചെയ്ത് ശരിയായില്ല. ഇപ്പൊ ഈ തർക്കങ്ങളും വാദങ്ങളും കഴിഞ്ഞിട്ട് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് പറയും. ഇപ്പൊ ഞാനും താനും തമ്മിൽ ഡ്രസ്സിന്റെ വിഷയം അവിടെ വന്നപ്പോൾ ഞാൻ മറ്റേ മഴയത്ത് കളിച്ചതിനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ തമ്മിൽ അത് തീർത്ത് കഴിഞ്ഞു. അപ്പം തിരിച്ച് എന്റെ അടുക്കേ തിരിച്ചു. അപ്പൊ ഞാൻ വല്ല മാസ് ഡയലോഗ് ഇട്ട് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുറച്ചേ തൊട്ടുറങ്ങിയിരിക്കുന്നു അപ്പാനി. ഇവൻ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല, വിളിച്ചോടനെ ചേച്ചി ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, എങ്ങനെയാണ് സംഭവം ചേച്ചി ഉദ്ദേശിച്ചത് അങ്ങനെ. അപ്പൊ ഞാൻ ഈ മനുഷ്യൻ എത്ര നിഷ്കുവാണ്, അതും എന്റെ തോന്നലാണോ, അത് ഞങ്ങൾ അഭിനയിക്കുന്നത്. ചേച്ചി പറഞ്ഞത് എന്താണ് ശരിക്കും. അപ്പൊ എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു, ഇവൻ എന്തോ അപ്പൊ എന്നെ കളിയാക്കുവാണോ. അല്ല ചേച്ചി അവിടെ ശരി ചേച്ചി സംസാരിച്ചു വന്നപ്പോ ഓരോരുത്തരെടുത്ത് ഇങ്ങനെയാണ്. അപ്പൊ ചേച്ചി ഞാൻ പറയട്ടെ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, ഫുൾ സ്റ്റോപ്പ് ഇടുകയും ചെയ്തു. അത്രയല്ലേ ഉള്ളൂ. ഓക്കെ ഫൈൻ. ഒരു സാറ് മറ്റേ 100-100 ഇട്ട് ഗുഡിട്ട് ഇവിടെ സ്ലൈറ്റ് നെഞ്ചത്ത് പിടിച്ച് പോകുന്ന ഒറ്റ പോക്കാണ്.